അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ കൈയും കോർത്ത് പിടിച്ച് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ പള്ളി കഴിഞ്ഞ് ഇറക്കിയതാണ് കേട്ടോ. എവിടെയെങ്കിലും പോകാം എന്നുള്ള പ്ലാനിങ്ങിൽ. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണേ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ വണ്ടിയെ കയറിയാൽ ആദ്യം എനിക്ക് കോഫി വേണം. അങ്ങനെ കോഫി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാക്ഡൊണാൾഡ്സിൽ കയറിയേ. ഇന്ന് ജസ്റ്റിൻ മോന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ജസ്റ്റിൻ മോനി യാക്കും മസാല ദോശ കഴിക്കണം. പിന്നെ ജസ്റ്റിൻ അല്ലേ പറഞ്ഞു പോണം ഞാനോ? എനിക്ക് മസാല ദോശ അല്ല, ഇന്ത്യൻ ഫുഡ് അല്ലേ. ഗൂഗിളമ്മച്ചി പറയുന്ന വഴി കൂടി നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. നമ്മുടെ ലക്ഷ്യം മുറൂർ റോഡ് അങ്ങനെ പിടിക്കാത്ത റോഡാണ്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ എന്നാ പറഞ്ഞേ ഉസ്ബെക്കിസ്ഥാൻ അല്ലേ? ഉസ്ബെക്കിസ്ഥാൻ അല്ലല്ലോ. എനിക്കത് വായി വരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ. എംബസി ഓഫ് ഉസ്ബെക്കിസ്ഥാൻ. ശരിക്കും അങ്ങനെ തന്നെയാണോ? നമ്മള് മറ്റേ കരാട്ട തുടങ്ങിയാൽ ഉസ്ബെക്കിസ്ഥാൻകാരെ കണ്ട കുനിച്ചെടുത്ത് കൂമ്പിനടിക്കും. പണ്ടേ കളിയാക്കി പറഞ്ഞു. ഇപ്പൊ എനിക്ക് ചില വാക്കുകളൊക്കെ അങ്ങനെ വരുള്ളൂ. ജിലേബിക്ക് ജിബേലി, ഹോസ്പിറ്റലിന് ഹോപ്പിസ്റ്റൽ, പിന്നെ ആംബുലൻസിന് ആംബുലിയൻസ്. അതിപ്പോഴും വരത്തില്ല. അത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് സംഗീത റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് മുറൂർ റോഡിലുള്ള. നമ്മൾ 1-2 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. പക്ഷെ ഇനി മേലാ പോകത്തില്ലെന്നും തീരുമാനിച്ചു. കാരണം അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കിൻ്റെ ഒന്നുമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഒരു പെരുന്നാളിൻ്റെ ആളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്വീറ്റ്സിൻ്റെ ഒക്കെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇരിക്കട്ടെ, കുറച്ച് സ്വീറ്റ്സ് തിരികെ കയറ്റേക്കാം. പക്ഷേ ഉണ്ടല്ലോ, അവർ ടോക്കൺ തന്നിട്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല. നമ്മൾ അത്രയും പേരോടെ നിന്ന് അവിടെ ഉള്ളവരെ എല്ലാം വിളിച്ചു. ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള നമ്പരും വിളിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞുള്ള നമ്പരും വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ അവരൊരു സോറി പോലും പറയാതെ അവർ വിളിച്ച ഉടനെ ഞാൻ ചോദിക്കുകയും ചെയ്തു. എന്നിട്ടും ഞങ്ങളെ അവരെടുക്കാതെ പിന്നെയും ഞങ്ങളൊരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയ കേട്ടോ. ഒന്നെങ്കിൽ അവർക്ക് ടോക്കൺ കൊടുത്താൽ ടോക്കൺ അനുസരിച്ച് വിളിക്കണം, അതല്ലെങ്കിൽ ടോക്കൺ കൊടുത്താൽ പുറത്തുനിന്ന് വരുന്നവരെ കയറ്റി ഇരുത്തരുത്. ഇത് ടോക്കൺ ഇല്ലാത്തവരൊക്കെ കയറി മുമ്പിൽ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മൾ ടോക്കൺ കിട്ടി ഇച്ചിരി മര്യാദ കാണിക്കുന്ന നമ്മളെ ഏറ്റവും പുറകിൽ. അത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാനും നല്ല ദേഷ്യമൊക്കെ പെട്ടു. ചൂടൊക്കെ ആയി. എനിവേ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി മേലാ പോയാലെന്ന് ഞാൻ മനസ്സും കൊണ്ടും പറഞ്ഞു, ജസ്റ്റോടും പറഞ്ഞു. പിന്നെ കുറച്ച് നേരമൊക്കെ കറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ കൊച്ചിനെ സൺഡേ സ്കൂളിൽ നിന്ന് എടുക്കേണ്ട സമയമായിരുന്നേ. അങ്ങനെ നമ്മുടെ ജേഡിക്കോട്ടൻ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് ലല്ലലാ പാടി വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അവൻ്റെ തോളിൽ അവൻ്റെ ബാഗ് ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എവിടെ ഷോപ്പിങ്ങിന് പോയെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ എൻ്റെ വീട്ടുകാരെ പറയുന്നതിനേക്കാളും കൂടുതൽ പറഞ്ഞേക്കുന്ന ഒരു ഷോപ്പിംഗ് മോളാണ് ഇത്. അവിടെ ഷോപ്പിങ്ങിന് പോയിട്ടോ. ഇനി ഞാൻ പറയത്തില്ല. ഇത് കണ്ടോ, ഈ ഒരു ആപ്പിൾ, ഇത് ആപ്പിളാണേ. പക്ഷേ നിങ്ങളാരെങ്കിലും പനിനീർച്ചാമ്പങ്ങ കഴിച്ചിട്ടുണ്ടോ? അതുപോലെ ഇല്ല, എനിക്ക് അതുപോലെ തോന്നി കേട്ടോ. നമ്മുടെ ഒക്കെ നാട്ടിലുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും കളറില്ലായിരുന്നു. ഒരു പിങ്ക് കളറായിരുന്നു, അതേ ഷേപ്പ്. പക്ഷെ ഇപ്പം അത് കണ്ടപ്പോൾ എനിക്ക് പനിനീർച്ചാമ്പങ്ങയൊക്കെ കഴിക്കാൻ തോന്നിയേ. പിന്നെ കുറച്ച് ചില്ലറ സാധനമൊക്കെ വാങ്ങിക്കണം. സത്യം പറഞ്ഞാൽ ഒത്തിരി ഒന്നുമില്ല, 1, 2, 3, 4 സാധനം വാങ്ങിക്കാൻ പോയത്. അതിപ്പോൾ നമ്മൾ ലുലു കയറിയടുത്ത പ്രശ്നമുണ്ടല്ലോ. 100 രൂപയുടെ സാധനം വാങ്ങിക്കാൻ പോയാൽ ഒരു 600 രൂപയുടെ സാധനം വാങ്ങിച്ചുകൊണ്ട് 600 ദിർഹംസിൻ്റെ സാധനം വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങുള്ളൂ. ഇപ്പോൾ ഡയറ്റൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാലഡ് ഡ്രസ്സിങ് ഒക്കെ നോക്കുന്നതാണ് ഈ കാണുന്നത്. തള്ളിനൊന്നും ഒരു കുറവുമില്ല. ഡയറ്റാന്നൊക്കെ പറഞ്ഞ് കണ്ട കടച്ചാണ്ടി സാധനങ്ങൾ മൊത്തം വാങ്ങിച്ചു കൂട്ടും. പക്ഷെ അതും കഴിക്കും, സാധാരണ ഫുഡും കഴിക്കും. എന്നാലും കുറച്ചൊക്കെ നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മീറ്റിൻ്റെ സെക്ഷനിൽ പോയി കുറച്ച് ചിക്കൻ ബ്രസ്റ്റും അതും ഇതും പിന്നെ എന്താ പറയേണ്ടത്, മിൽക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ എന്നാണെന്നറിയോ, ഈ ലുലുവിൽ പോയി അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്ന സാധനം കാണുമ്പം എനിക്ക് മാത്രമുള്ളതോ നിങ്ങൾക്കും ഉണ്ടോ?
എല്ലാം വലിച്ചു വരിയെടുക്കാൻ തോന്നുന്നേ. അതെന്താ അങ്ങനെ? അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വീറ്റ്സിൻ്റെ ഒക്കെ സെക്ഷനിൽ ചെന്നപ്പോൾ നല്ല ജിലേബിയൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ സാധനമൊന്നും നമ്മൾ കഴിക്കാൻ വാങ്ങിച്ചാലേ, ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ജസ്റ്റ് 2 ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ജസ്റ്റ് വാങ്ങിക്കാൻ പറ്റും. ജസ്റ്റിക്ക് അങ്ങനെ എത്ര സാധനമൊക്കെ വാങ്ങിച്ചാലും എന്താ പറയുന്നത്, കൊടുത്തങ്ങ് തികയത്തില്ല. എന്തെങ്കിലുമൊക്കെ പിന്നെയും വാങ്ങിക്കണമെന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സെക്ഷനിൽ പോയി, അറിയാമല്ലോ, മീമി. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് മീമി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന്. അത് തന്നെയല്ല, അപ്പം ഞാനൊരു മീമി വാങ്ങിക്കാമെന്ന് വിചാരിച്ചേ. ഈ മീനിൻ്റെ പേരെന്നായിരുന്നു? ചെമ്പല്ലിയല്ല, ഞാൻ മറന്നുപോയി കേട്ടോ. എനിക്കറിയാം അതിൻ്റെ പേര്, പക്ഷേ മറന്നുപോയി. പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ വറക്കാനായിട്ട്. പക്ഷേ ആകെ ഒരു മീനെ വാങ്ങിച്ചുള്ളൂ. ഈ പ്രാവശ്യം അധികം മീനൊന്നും വാങ്ങിച്ചില്ലേ. ഞാൻ ജസ്റ്റ് പറഞ്ഞു, ഇപ്പോൾ ഇനി ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ നമ്മുടെ ഫിഷ് മാർക്കറ്റ് ഉണ്ട് ഇവിടെ അബുദാബിയിൽ. അവിടെ പോയി നല്ല ഫ്രഷ് ഫിഷ് വാങ്ങിക്കാം. അപ്പോൾ ഇതുപോലത്തെ മീനൊന്നും വാങ്ങിക്കണ്ട. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് വാങ്ങിക്കാമല്ലോ. അത് തന്നെയല്ലേ, വിൻ്ററൊക്കെ ആകുമ്പോൾ ഇവിടെ മീനിൻ്റെ വില കുറയുവേ. അപ്പോൾ പിന്നെ പോയി വാങ്ങിക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു, അറിയില്ല. അതുകൊണ്ട് ഒരു മീനേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് മീൻ അങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ സുഷി സെക്ഷനിൽ പോയി. എനിക്കും ജഡുവിനും ഭയങ്കര ഇഷ്ടം കേട്ടോ സുഷി. ഇതായത് എപ്പോഴൊന്നും വാങ്ങിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്തോരം ലുലുവിൽ നിൽക്കുന്നോ അത്രേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടും. അത് അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണ്. നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, എന്താ കാര്യം അല്ലേ. അത് കഴിഞ്ഞിട്ട് ദീപാവലി ഉണ്ട്, സ്വീറ്റ്സിൻ്റെ സെക്ഷനിൽ ചെന്ന് ഇങ്ങോട്ട് നോക്കിയേ, നമ്മുടെ ജിലേബിയും ലഡുവൊക്കെ. ശരിക്കും പറഞ്ഞാൽ, പക്ഷേ എനിക്ക് സ്വീറ്റ് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ, നാട്ടിലെ ലഡുവും ജിലേബിയും അതെന്നെ ഒരു ടേസ്റ്റ് അല്ലേ. ആ ടേസ്റ്റ് ഒന്നും പക്ഷേ ഇവിടുത്തെ ജിലേബിക്കും ലഡുവിനും ഇല്ല കേട്ടോ. അത് നാട്ടിലെ. എനിക്ക് പക്ഷേ നാട്ടിലെ ലഡുവും ജിലേബിയും ഭയങ്കര ഇഷ്ടം. ഒത്തിരി ഒന്നുമല്ല, ഒരെണ്ണമൊക്കെ വല്ലപ്പോഴും തിന്നാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് മീനിൻ്റെ സെക്ഷനിൽ പോയി മീനൊക്കെ വാങ്ങിച്ചു. ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞെടുപ്പിച്ചതാണ്. ജെയോട് ഞാൻ പറഞ്ഞു, ക്യാമറ കൊടുത്തിട്ട് മോനെ അമ്മ ഇങ്ങനെ അപ്പം തോളെ കൈയിട്ട് നടക്കും. ഞാൻ പറഞ്ഞു ജെസ്സിയോട്, മനുഷ്യ തോളെ കൈയിട്. അങ്ങനെ പറഞ്ഞ് ജെസ്സിയെ കൊണ്ട് തോളെ കൈ ഇടിപ്പിച്ചെടുത്താൽ. കുറച്ച് ക്യാമറ കയ്യിൽ അവൻ വീഡിയോ എടുത്തു. പിന്നെ അവൻ കുറച്ച് കോനാകൃതി കാണിച്ചു. ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ, എന്തോ അത്യാവശ്യം 1-2 സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലുലുവിൽ കയറുക. ഒരു ട്രോളി നിറച്ച് സാധനം എടുത്തിട്ടുണ്ട്. എനിക്കറിയാൻ മേലത് എന്നൊക്കെയാണ് വാങ്ങിച്ച് കൂട്ടിയേക്കുന്നതെന്ന്. എന്നാൽ നമ്മൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത എടുക്കുകയാണെങ്കിൽ എടുക്കേണ്ടെന്ന് പറയുകയോ അതുമില്ല. ജസ്റ്റിക്ക് പിന്നെ അങ്ങനെ ഒരു സ്വഭാവം ഇല്ല കേട്ടോ. നോ എന്നൊരു പറച്ചിലില്ല. ഇത് കണ്ടോ, അൽവാദയിൽ നിന്ന് ഇറങ്ങുന്നതാണേ ഈ കാണുന്ന നമ്മുടെ ഫ്ലാറ്റാണ്. എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് മോളിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ നേരെ ഫ്രണ്ട് നമ്മുടെ ഫ്ലാറ്റുണ്ട്. പക്ഷേ നമ്മൾ വണ്ടിക്കേ പോവുള്ളൂ. അത് തന്നെയല്ല, ഇത്രയും സാധനമൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് വണ്ടിക്ക് പോകുന്നതല്ലേ എളുപ്പം അല്ലേ. പിന്നെ വീട്ടിൽ വന്നു. പക്ഷെ ഒത്തിരി നാളുകൾക്ക് ശേഷം സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചു. നേരെ വാങ്ങിച്ചുകൊണ്ട് വന്ന മീൻ വറുത്തു. അതൊന്നുമല്ല, ഞങ്ങൾ സാധാരണ സൺഡേ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരാ. പക്ഷേ ഇന്ന് പുറത്തുനിന്ന് ഒന്നും കഴിച്ചില്ല. ഇന്ന് നേരെ വീട്ടിൽ വന്നാൽ ചോറുണ്ട്. കാരണം ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട്. പിറ്റേ ദിവസം തൊട്ട് വീക്ക് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾക്ക് 2 പേർക്കും പിന്നെ ജോലിയായിരിക്കും. ആ ചോറും കറിയൊക്കെ വെറുതെ പോകത്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണം കഴിപ്പും വാചകമൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങ് കൂടിയേ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തീരുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.